എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സീനിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. ഇവനാണെങ്കിൽ പണ്ട് മുതലേ തന്നെ ബ്ലഡിനോട് വളരെയധികം പേടിയാണ്. ബ്ലഡ് കാണുന്ന സമയത്ത് അവന് വളരെയധികം അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പെൺകുട്ടിയുടെ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് നല്ല ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ബാൻഡേജ് ചോദിക്കുന്ന സമയത്ത് ഈ ബ്ലഡ് കണ്ടിട്ട് അവന് പെട്ടെന്ന് വളരെയധികം പേടിയുണ്ടാവുകയും അവന് പാനിക് അറ്റാക്ക് പോലെ വരികയും ചെയ്യുന്നുണ്ട്. അവൻ ടാബ്ലറ്റൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നാലും അവന് പല കാര്യങ്ങളും കൊണ്ട് അവന് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട് വരെയാണ്. ഇവൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ട് അവൾക്ക് എന്തോ ഒരു സംശയം തോന്നിയും ഇതിന് മുമ്പ് ബ്ലഡ് കാണുമ്പോൾ അവൻ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ കതവ് നല്ല രീതിയിൽ തട്ടുന്നുണ്ട്. പെട്ടെന്ന് ചവിട്ടി തുറക്കാൻ നോക്കുമ്പോൾ അവൻ കഥ തുറക്കുകയാണ്. അങ്ങനെ ഇവൻ ബോധം പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ അവൻ്റെ ബോധം പോകുന്നുണ്ട്. ഈ ഒരു സീന് കാണുമ്പോൾ അവൻ്റെ ഫേസ് എക്സ്പ്രഷൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ എത്രത്തോളമാണ് ബ്ലഡ് പേടിയെന്നുള്ളത്. അതുപോലെ നല്ല രീതിയിൽ തന്നെ അവൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത് അവൻ വളരെ രീതിയിൽ നമുക്ക് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്